ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയുടെ ആദ്യത്തെ ദിനം ഈ ഞായറാഴ്ച രാവിലെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ കടന്നു വന്ന നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവം ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ, നന്ദി പറയുവാൻ നമുക്ക് ദൈവം നൽകി തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിനുശേഷം അല്പമായിട്ട് ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ നിൽക്കുവാൻ, ഇരിക്കുവാൻ നമുക്കെല്ലാവർക്കും കൃപയാൽ അവിടുന്ന് ഭാഗ്യം നൽകി തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനവുമായി നിൽക്കുവാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ വലിയവനായ ദൈവം എന്നിൽ കരുണ കാണിച്ചു, സാധിച്ചു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. സദസ്സിനെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മുമ്പാകെ ദൈവമായി നിൽക്കുവാനുള്ള പരിജ്ഞാനം എനിക്ക് ഇല്ല എന്ന ദിവസത്തിൽ ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ ദൈവം നൽകി തരുന്ന ചില ആലോചനകൾ ഇന്ന് നമുക്ക് ദൈവസഭയുടെ മുമ്പാകെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. We have youths with us this morning. So I just want to put up my message in slides so that you can go through that. In the meantime, I also speak in Malayalam. For a short meditation this morning, we can come and we can read Psalms 18. 18-ാം സങ്കീർത്തനം ആണ് ഇന്ന് നമുക്ക് ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവാത്മാവിൻ്റെ സഹായത്താൽ കേവലം 50 വാക്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും അത് വിവരിച്ച് പ്രസ്താവിക്കാനുള്ള സമയം നമുക്കില്ല. എന്നാൽ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. We know this psalm is a praise of David. After he became the king of Israel and Lord gave him the victory over the nations that opposed his rule. ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി അഭിഷേകം ചെയ്യുകയും അതുപോലെ തന്നെ തൻ്റെ എല്ലാ ശത്രുക്കളുടെ മുമ്പിൽ നിന്നും, രാജാക്കന്മാരിൽ നിന്നും, തന്നെ എതിർത്ത എല്ലാ രാജാക്കന്മാരിൽ നിന്നും വിജയം കൈവരിക്കുകയും ചെയ്തതിനു ശേഷം ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതിയും സ്തോത്രവും എന്നുള്ള ഒരു ജയഗീതമാണ് ഈ സങ്കീർത്തനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We know David became the king on his 30th age. First he was the king for Judah for 7.5 years. After that he became Israel. After that he became king for all Israel, and he ruled over all Israel for 33 years. അങ്ങനെ 40 വർഷം, for 40 years he was king. Also we see this same psalms, the verses in 2 Samuel chapter 22, and also we can see some of the quotations and allusions in Psalms 116. Main key words for this psalm is deliverer. വീണ്ടെടുത്തു എന്നുള്ള പദപ്രയോഗമാണ് ഈ സങ്കീർത്തനത്തിന്റെ താക്കോൽ വാക്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഓൾസോ ഡേവിഡ് ഈസ് റിപ്പീറ്റിംഗ് ദ വേർഡ് യഹോവ. യഹോവ എന്ന പദം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തോടുള്ള ആരാധനയും തന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്ന അനവധിയായിട്ടുള്ള സാക്ഷ്യവാചകങ്ങളുമാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് പലതവണയായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്.
So David, the servant of God, addressed the Lord in several verses in the Psalms, and in the rest of the Psalm he told the people what God had done for him. So the song blends worship and witness. How do we connect this psalm into our lives? This morning when we think about this psalm, how we can relate this psalm into our own lives. So David is giving his exhortation, and he's saying that the focus of the psalm is David is saying that what God can do for all of us, the believers of the New Testament, if we will trust and obey the same way David trusted and obeyed God's commandments, God's statutes. So the psalm is related to us when we put our trust and obey his commandments in our own lives. We can divide these psalms into 4 major categories. Next slide. The first point is God delivers when we call on him. Verse 1 through 18. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം വിടുവിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ 18 വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആദ്യത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവത്തോടുള്ള തന്റെ അഗാധമായ സ്നേഹം, പ്രത്യാശ, ആത്മാർത്ഥത, തന്റെ വിശ്വാസത്തിന്റെ അഗാധത, ദൈവത്തിലുള്ള തന്റെ ഉറപ്പ്, തന്റെ പ്രത്യാശയെല്ലാം അവിടെ തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ 2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് I love you, O Lord, my strength. The Lord is my rock, my fortress, my deliverer, my God, and whom I take refuge, my shield, and horn of my salvation, my stronghold. See the verses. The word he is using that my God, my rock, my refuge, my shield, my salvation, my stronghold, and whom I take refuge. We also love the Lord, but this morning the word of great servant of God, David, is saying in this psalm, I love you, O Lord, my strength. ഇന്ന് പലകാലം നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയവരാണ്. എന്നാൽ ദാവീദ് ഇവിടെ യൂസ് ചെയ്ത അതേ പദപ്രയോഗം നമ്മളുടെയൊക്കെ പേരിന്റെ മുമ്പാകെ നമ്മൾ തന്നെ പേഴ്സണലായിട്ട് നമുക്കൊന്ന് ആഴമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥതയോടുകൂടെ ദൈവം മുമ്പാകെ ചങ്കുറപ്പോടുകൂടെ പറയുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് ദാവീദ് തരുന്ന ഒരു എക്സോർട്ടേഷൻ എന്നുള്ളത്. Can we say boldly into the presence of, or we can ask, or we can tell God that I love you, Lord. At the same time, Lord, you are my rock, you are my deliverer, and you are my refuge, you are my shield, you are the horn of my salvation, and you are my stronghold. എന്തുകൊണ്ടാണ് ദാവീദിന് പ്രകാരം പറയുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളതാണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം തന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതകരമായിട്ടുള്ള വണ്ടേഴ്സ്, ദൈവം എങ്ങനെയാണ് ദാവീദിനെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് വിടുവിച്ചതെന്ന് വിവരിക്കുന്ന വാക്യങ്ങളാണ് 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്.
ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് തന്നെ ദാവീദിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച അനേക വ്യക്തികളുണ്ട് എന്ന് നമുക്ക് ശമൂവേലിന്റെ 2 പുസ്തകങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. താൻ രാജാവായതിനു ശേഷം തനിക്ക് വന്നുകൂടിയ അനർത്ഥങ്ങൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സങ്കീർത്തന ഭാഗം 4 മുതൽ 6 വരെ വായിക്കുമ്പോൾ താൻ കടന്നുപോയ ആ കാഠിന്യകരമായിട്ടുള്ള തന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദ് പറയാണ്, verse 4 through verses 6. The cords of death encompassed me, and the torrents of ungodliness terrified me. The cords of Sheol surrounded me. The snares of death confronted me. In my distress I called upon the Lord and cried to my God for help. He heard my voice out of his temple, and crying for help before him came into his tears. Amen. മരണവാസങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളവാസങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തി. ഈ വാക്യങ്ങൾ നമ്മൾ യഥാർത്ഥമായ നിലയിൽ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദാവീദ് തന്റെ ജീവിതത്തിൽ കടന്നുപോയ അനുഭവങ്ങൾ എത്രയോ കാഠിന്യമേറിയതായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇപ്രകാരമുള്ള പല സ്ഥിതിവിശേഷങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുവദിച്ചു എന്ന് വരാം, അഥവാ നാം അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദുഷ്ടന്മാരുടെ ആക്രമണം കൊണ്ട് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്നത്, നമ്മുടെ ശാരീരികമായും മാനസികപരമായും ബുദ്ധിപരമായും നമ്മളായിരിക്കുന്ന പലവിധമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇതുപോലുള്ളൊരു അനുഭവം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുന്നു എന്ന് വരാം. എന്നാൽ നമുക്ക് ഉറപ്പു തരുന്ന ഒരു വാക്യമാണ് അതിന്റെ 6-ാം വാക്യം. In my distress I called upon the Lord and cried to my God for help. He heard my voice out of his temple, and my cry for help before him came into his ears. When we go through the different circumstances of our life, may not be exactly what David suffered from his enemies, but when we meditate upon our own life, we will also, or we are facing the same kind of experiences in our life. So what we have to do when we are in distress? The only thing David did was he called upon his God. He cried to his God for help. And he is saying, my God heard my voice out of his temple. And God came into his prayer, came into my God's ears. And God has delivered him from his distress. Dear brothers and sisters, youths, if you are experiencing this kind of thing in your life, maybe in your personal struggles, in various circumstances, if you are experiencing peer pressure in your studies or in your personal life, when you met with your friends, if you are forced to do what the others are doing, or any other things, if you are in distress, or if you are doing the things what your God doesn't want to do, do not want to do,
Only thing David did was he cried. He cried aloud, and God heard his prayer. And God reached down at the right time. God delivered David. You see, the enemy fell into his feet. David stood firm because of the support from his God. After 10 years of exile, God has spared his life, and God has started ministry in the life of David. So the first point is, God delivers when we call on him. The second point is, God rewards when we obey. Verse 19 through 27. ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുമ്പോൾ, ദൈവം അത് നമുക്ക് അനുഗ്രഹമാക്കി, അഥവാ നമ്മുടെ നന്മയ്ക്ക് അത് കാരണമാക്കി തീർക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, റിവാർഡ്സ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഫ്യൂച്ചർ, we are thinking about the rewards we are going to get after God comes or after the judgment we all are facing before our Lord Jesus Christ. No. Here, when we think God rewarded David in this earth, the only thing he did was he obeyed God's statutes, his commandments. We know that David had so many trials in his life. We know that David was not a perfect man. He had failures in his life. When we heard the name or when we think about David, when we hear the name David, we will always think about his failures. But see how God was looking on David. And he has testified David in a brief sentence that a man after God's own heart. We read in 1 Samuel 13:14 and also 15:28. ദൈവ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന ദാവീദിനെ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നു. മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു. ദൈവമോ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം. ആ ദൈവം പറയുകയാണ്, എൻ്റെ ഹൃദയപ്രകാരം അഥവാ എനിക്ക് ബോധിച്ച ഒരു മനുഷ്യനാണ് ദാവീദ് എന്നുള്ളത്. അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങളെ, കഷ്ടതകളെ ഒക്കെ ദാവീദിനെ ശക്തനാക്കി എന്ന് കാണുവാനായിട്ട് കഴിയും. സാംസ് 78 78 സങ്കീർത്തനം അതിന്റെ 70 മുതൽ 72 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ തന്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി, തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. അതുപോലെ തന്നെ ശമൂവേലിന്റെ പുസ്തകത്തില് നമ്മൾ യോനാഥാൻ മുഖാന്തരം ദാവീദിന് ദൈവം വാഗ്ദത്തം നൽകുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പുൽപ്പുറങ്ങളിൽ നിന്ന് ആടുകളെ മേയിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അതിനുശേഷമുള്ള നിന്റെ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പില് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ എല്ലാ ശത്രുക്കളിൽ നിന്നും നിനക്ക് വിജയം തരും എന്ന ദാവീദിനോട് യോനാഥാൻ പ്രവാചകൻ മുഖാന്തരം ദൈവം വാഗ്ദത്തം നൽകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ദൈവം നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തമുണ്ട്.
നിനക്ക് ഒരു ദൈവീക ഗ്രഹം ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, പല ന്യായാധിപന്മാരായാലും രാജാക്കന്മാരായാലും അവരുടെ തലമുറകൾ ദൈവത്തെ ഭയപ്പെടുന്നതോ അല്ലെങ്കിൽ അവരെ ദൈവിക വേലയ്ക്ക് വേണ്ടി ദൈവം ആക്കുന്നതോ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഈ മനുഷ്യന്, ഈ ദൈവദാസന് ദൈവം വാഗ്ദത്തം ചെയ്യാണ്, നിന്റെ ഗ്രഹം അഥവാ നിന്റെ അടുത്ത തലമുറയെ ഞാൻ എന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആക്കും എന്നുള്ള വാഗ്ദത്തം ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് നമ്മളത് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ശലോമോനെ ദൈവാലയ പണിക്ക് വേണ്ടി ദൈവം നിയമിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചത്? അഥവാ പ്രവാചകൻ മുഖാന്തരം ദൈവം ദാവീദിനെ അറിയിച്ചത്, ഈ ദാവീദിന്റെ ഹൃദയം ദൈവം മുമ്പാകെ പരമാർത്ഥതയുള്ളതായിരുന്നു. ദാവീദിന് അറിയാമായിരുന്നു ദൈവത്തിന്റെ വിധികളും പ്രമാണങ്ങളും എന്താണ് എന്നുള്ളത്. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും എങ്ങനെയായിരുന്നു ദാവീദിന്റെ ഹൃദയം ദൈവമുമ്പാകെ എന്നുള്ളത്. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു, എന്നിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി, എന്റെ കൈകളുടെ വെടിപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. യഹോവയുടെ വഴികളെ ഞാൻ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തില്ല. അവന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ട് നടന്നിട്ടില്ല. അവന്റെ മുമ്പാകെ ഞാൻ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എനിക്കുള്ള കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് ദയ നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. ഡേവിഡ് knew what is God's statutes or what is God's laws, and he tried to obey its own meaning. We read these verses, when we read these verses from 19 through 27, we can see that the testimony of David, how he maintained his relationship with God, or how David obeyed God's commandments. He's saying that I have kept the ways of the Lord, have not wickedly depart from my God, for all his ordinances were before me, and I did not put away his statutes from me. I was also blameless with him, I kept myself from my iniquity. Therefore, Lord has recompensed me according to my righteousness, according to my cleanness of my hands in his eyes. Dear brothers and sisters, this morning, based on these verses, this testimony given by David, if you want to get the blessedness or the rewards in your life in this world, before you depart from this world, if you want goodness in your life, the only thing you have to do is obey your God's statutes, commandments. The way God wanted you to do, wanted you to live, the same way when you obey his statutes, commandments, then only God can bless you. It's on meaning, it's on depth. The only thing David did was, he said, I kept the ways of the Lord, and I have not wickedly departed from my God. പ്രിയ സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും പലപ്പോഴും പല എക്സ്ക്യൂസസും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവിക കൽപ്പനകളുള്ള ബന്ധത്തിൽ നമ്മൾ വ്യതിചലിക്കുവാനായിട്ട് നമുക്ക് പല ബാക്ക്ഗ്രൗണ്ട്സ് അഥവാ എക്സാമ്പിൾ വന്നിട്ടുള്ള പല റീസൺസും നമ്മൾ തന്നെ കണ്ടുപിടിക്കാറുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ വിധികളെ അഥവാ
ദൈവത്തിന്റെ വഴികളെ ഞാൻ പ്രമാണിച്ചു, ദൈവത്തോട് ദ്രോഹം ചെയ്യാത്തവനായി തീർന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വിധികളൊക്കെ എന്റെ മുമ്പിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടില്ല. അതുകൊണ്ട് യഹോവയുടെ നീതിപ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാണ്, വക്രനോട് നീ വക്രത കാണിക്കുന്നു. നിഗളിക്കുന്നവരെ നീ ഒരിക്കലും രക്ഷിക്കുകയില്ല, നീ താഴ്ത്തും. എന്നാൽ എളിമയുള്ള ജനത്തെ നീ രക്ഷിക്കും എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 34-ാം സങ്കീർത്തനത്തിലെ ദാവീദ് തന്നെ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. നീതിമാന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്ന ദൈവം. ഒരേ ഒരു റൂള് അതിന്റെ പുറകിലുണ്ട്, ഹൃദയ നുറുക്കം, തകർന്ന മനസ്സ്. അപ്രകാരമുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ദാവീദ് ഒരിക്കലും പാപരഹിതനായിരുന്നില്ല, എന്നാൽ അവന്റെ ലക്ഷ്യങ്ങളിൽ അവൻ കളങ്കമില്ലാത്തവനായിരുന്നു. ദാവീദ് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവനായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, ശത്രുവായ ശൗലിന്റെ അവസാന കാലഘട്ടങ്ങളിൽ താൻ നിസ്സഹനായി നിന്ന സമയത്ത് ദാവീദിന് വേണമെങ്കിൽ ശൗലിനെ കൊല്ലാമായിരുന്നു. എന്നാൽ ശൗലിനോട് അവൻ ചെയ്ത പ്രവൃത്തികൾ, ദാവീദിനോട് ചെയ്ത പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം ശൗലിനോട് ചെയ്യാതെ ശൗലിനോട് വളരെ കരുണയുള്ളവനായിട്ട് അവനെ സഹായിക്കുന്നവനായിട്ട് തീർന്നു എന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്കറിയാം, ദൈവത്തിന്റെ സ്വഭാവത്തിനും കൽപ്പനകൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. എന്നാൽ ദാവീദിന്റെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ ഹൃദയത്തിന്റെ അവസ്ഥകൾക്കൊത്തവണ്ണം അവൻ നമ്മോട് കരുണ കാണിക്കും, നമ്മെ അനുഗ്രഹിക്കും. Only thing, we should have a pure heart before our God. മനുഷ്യന്റെ മുമ്പിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെക്കുകയും അഥവാ നുണ പറയുകയും സത്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനുഷ്യനെ നേരെ നിന്ന് നമുക്ക് നുണ പറയുവാനായിട്ട് യാതൊരു മടിയുമില്ല. എന്നാൽ ദൈവം മുമ്പാകെ നമ്മുടെ നുണകൾക്കും നമ്മുടെ അസത്യങ്ങൾക്കും ഒന്നും വില പോവുകയില്ല എന്ന ദാവീദിന്റെ അനുഭവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. The third point we can see from verses 28 to 45 is God equips when we submit to Him. ദൈവം മുമ്പാകെ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം തന്റെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മെ പ്രയോജനപ്പെടുത്തുന്നു എന്ന് 28-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ ഭരണകാല ശേഷം ഇസ്രായേൽ ജനം ശമൂവേലിനോട് വന്ന് അപേക്ഷിക്കുന്ന ഒരു കാര്യം, മറ്റ് രാജ്യങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു രാജാവിനെ ആവശ്യമാണ്. ദൈവഭരണത്തിനോ അഥവാ ന്യായാധിപന്മാരുടെ ഭരണത്തിനോ ചെവി കൊടുക്കാതെ, അവരുടെ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് കഴിയാതെ, അവരുടെ സ്വന്തം വഴികളിൽ നടക്കുവാനായിട്ട് ഇസ്രായേൽ ജനം ആഗ്രഹിച്ച് ശമൂവേലിനോട് വന്ന ഇസ്രായേൽ ജനം പറയുകയാണ്, മറ്റ് രാജ്യങ്ങൾക്കുള്ളതുപോലെ ഒരു രാജാവ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ശമൂവേൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ദൈവം, ഇവരുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, അവിടെ ഒരു രാജാവിനെ വാഴിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് ആദ്യത്തെ രാജാവായ ശൗല് ഉടലെടുക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ശൗലിന്റെ ജീവിതം എത്രയോ പരാജയമാണ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവിക കൽപ്പനകളോട് മറുതലിക്കുന്ന ഒരു രാജാവായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ സമയത്ത്, ഈ ശൗലിന്റെ ഭരണകാലഘട്ടത്തില് ദൈവം ചെയ്ത ഒരു വലിയ കാര്യമുണ്ട്. ഈ ആട്ടിൻ തൊഴുത്തിൽ നിന്ന് അഥവാ പുൽപ്പുറങ്ങളിൽ നിന്ന് തന്നെ വേർതിരിച്ച ദൈവം തന്നെ ഒരു രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം ചില വർഷങ്ങൾ അവനെ പ്രതികൂലങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ നടത്തി എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എത്ര പ്രാവശ്യം ഈ ശൗല് ഈ ദാവീദിനെ കൊല്ലുവാനായിട്ട് എത്ര കെണികൾ ഒരുക്കിയതായിട്ട് നമുക്ക് ശമൂവേലിന്റെ പുസ്തകങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും. ശൗല് മാത്രമല്ല,
അനേക രാജാക്കന്മാർ, തന്നോട് എതിർപ്പെട്ട എല്ലാ രാജാക്കന്മാരും ഈ ദാവീദിനെ കൊല്ലുവാനായിട്ട് അവിടെ അവർ ശ്രമിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ജോസഫിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, മോശയെ കുറിച്ച് വായിക്കുന്നുണ്ട്, ജോഷയെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ ദൈവം അവരെ എല്ലാം അനേക വർഷങ്ങളിൽ പ്രതിബന്ധങ്ങളിലൂടെ തന്റെ ജനമായ അവരെ നയിക്കുന്ന ജനങ്ങളിൽ തന്നെ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 30 years for Joseph, 40 years for Moses, and 40 years for Joshua. God takes time to prepare his servants. Amen. So the lessons David learned about himself and God during those years of exile helped to make him the man that he was. And verse 28, 28ാമത്തെ വാക്യം വായിക്കുന്നത്, You light my lamp, the Lord my God illumines my darkness. So that, 29, For by you I can run upon a troop, and by my God I can leap over a wall. Because as for God, his way is blameless. The word of the Lord is tried. He is a shield to all who take refuge in him. Verse 35. You have also given me the shield of your salvation, and your right hand upholds me, and your gentleness makes me great. God enabled David to face all the dangerous years when he was in exile. And God enabled him to run, leap, fight, and defeat the enemy. Though David was a man of war, he recognized that it was God's gentleness that made him what he was. Because David was submitted to the Lord, God could trust him with the authority and glory of the throne. Dear brothers and sisters, when we submit ourselves before God, God can do wonders in our life. Only thing, we should have that kind of heart in our lives. When we lean upon God's voice, God can do miracles in our life. He will discipline us. It may take some time to use you and me for his own purpose. But only thing, we should have that kind of heart in our lives. That's the thing David's life teaches us. The time is almost over. The last point is, God is glorified when we worship him. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ, നമ്മുടെ ജീവിതങ്ങളിലൂടെ മഹത്വമെടുക്കും എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് 46ാമത്തെ വാക്യം മുതൽ 50ാമത്തെ വാക്യം, വേഴ്സ് 46 through 50, അവിടെ നമ്മൾ വായിക്കുന്നത്, David is saying that the Lord lives, and blessed be my rock, and exalted be the God of my salvation, the God who executes vengeance for me and subdues people under me. He delivers me from my enemies. Surely you lift me above those who rise up against me. You rescue me from the violent men. Therefore, for that reason, what I will do, I will give thanks to you among the nations, O Lord, and I will sing praises to your holy name. We read in Psalms 116. We remember that verse in the morning in the worship meeting. അവിടെ നമ്മൾ വായിച്ച് പറഞ്ഞത് എന്താണ്? യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവയെ സ്തുതിക്കുവിൻ. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത, ഞാൻ പ്രതികാരം ചെയ്തില്ല, ഞാനായിരുന്ന സ്ഥാനങ്ങൾ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്ന ദൈവം, ശത്രുക്കളെ എനിക്ക് അനുകൂലമാക്കുകയും
അവരിൽ നിന്ന് എന്നെ വിടുവിക്കുകയും ചെയ്ത ഒരു ദൈവം, എന്നോട് എതിർക്കുന്നവരുടെ മീതെ എന്നെ ഉയർത്തുന്ന ദൈവം, എൻ്റെ ദൈവം ജീവിക്കുന്നു. അവൻ വാഴ്ത്തപ്പെട്ടവൻ, എൻ്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. അതുകൊണ്ട് ജാതികളുടെ മധ്യേ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ കീർത്തിക്കും. Dear brothers and sisters, that's what we did in the morning. We remember our God, what He has done in our own lives. When we meditate upon these verses, when we worship Him, when we adore Him, when we magnify our God in true spirit, God's name will be glorified in our own lives. ഈ ചിന്തകൾ എന്നെയും നിങ്ങളെയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടരുവാനായിട്ട് ദൈവാത്മാവ് മുഖാന്തരം ഇടയാക്കി തീർക്കട്ടെ. നമ്മൾ ചിന്തിച്ച പോയിന്റുകൾ ദാവീദിന്റെ അനുഭവത്തിൽ നിന്നും we thought about God delivers when we call on Him. Second point, God rewards when we obey. God equips when we submit to Him. And God is glorified when we worship Him. ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ സത്യമായി നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മെ വിടുവിക്കും. നമ്മളായിരിക്കുന്ന ഏത് സ്ഥിതിവിശേഷത്തിൽ നിന്നും നമ്മെ വിടുവിക്കും, നമ്മളെ അനുഗ്രഹിക്കും. രണ്ടാമതായി, കർത്താവിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ കൽപ്പനകളെയും വിധികളെയും അതിൻ്റെ യഥാർത്ഥത്തിൽ മാനിക്കുകയും അത് പാലിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയെയും നമ്മൾ നിൽക്കുന്ന സഭാവിഭാഗങ്ങളെയും അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ ഒരു വലിയവനായ ദൈവം. God equips when we submit to Him. അവന്റെ മുമ്പാകെ താഴ്മയുള്ള ഹൃദയത്തോടുകൂടെ, എളിമയുള്ള ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവിക ശുശ്രൂഷകൾക്കായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കുമെന്ന് ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവസാനമായി, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്നത്തെ ഈ ചെറിയ ചിന്തകൾ, ഈ സങ്കീർത്തന ഭാഗം, ഈ 18ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ജീവിതത്തിൽ വണ്ടേഴ്സ് ചെയ്ത വലിയ കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും വെറുതെ ദിവസങ്ങളിൽ ക്രിസ്ത്യ ജീവിതം ധൈര്യത്തോടെ, പ്രത്യാശയോടെ, ആത്മാർത്ഥത്തോടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവിന്റെ പരിപാതമെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളെ കടന്നു പോകുന്ന ഏത് സ്ഥിതിവിശേഷത്തിന്റെ മധ്യത്തിലും നമ്മുടെ ദൈവത്തെ ഉയർത്തുവാനും ദൈവത്തെ ബഹുമാനിക്കുവാനും ആരാധിക്കുവാനും ആ നിലയിൽ നമുക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ കുടുംബപരമായ ജീവിതം, നമ്മുടെ സഭാ ജീവിതം, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ ഇടപെടുന്ന മനുഷ്യർ ദൈവിക സന്തോഷം കാണുവാനും ദൈവത്തെ അറിയുവാനും ഇടയായിത്തീരും. അതിനായി ചിന്തകൾ നമ്മെ ഏവരെയും ഒരുപോലെ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകളെ ചൊല്ലിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.